കുടുംബങ്ങളൊക്കെ ഉപേക്ഷിച്ച് നാടുവിട്ട് കാമുകരോടൊപ്പം കടന്നു പോകുന്ന അനേക മാതാക്കൾ യാതൊരു സങ്കോചവുമില്ലാതെ മതത്തിന്റെയും വർഗത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിലുള്ള കൂട്ടക്കൊലകൾ നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ആരെയും സ്നേഹിക്കുവാനോ അംഗീകരിക്കുവാനോ കഴിയുന്നില്ല. മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മനുഷ്യൻ ചെയ്തു കിട്ടുന്ന അവന്റേതായിരിക്കുന്ന പ്രത്യേക ലോകത്തിലേക്കുള്ള ചുവടുവെപ്പുകൾ, ഇതൊക്കെ ആകപ്പാടെ മാനസികമായി തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വർത്തമാന പത്രങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ നാം നോക്കുമ്പോൾ മനുഷ്യ മനസ്സിനെ വളരെ വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന കൂട്ടക്കൊലകളും അരുംകൊലകളും ഒക്കെ നിത്യസംഭവങ്ങളായി മാറി. മാത്രമല്ല, പീഡനങ്ങളുടെ പരമ്പരകൾ നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊക്കെയുള്ള വാർത്തകൾ, ന്യൂസുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ വളരെ കൊച്ചുകുഞ്ഞുങ്ങളെ പോലും യാതൊരു വിധമാകുന്ന കരുണയുമില്ലാതെ വിവേകം നഷ്ടപ്പെട്ടു പോയ മൃഗതുല്യമായ മനസ്സിനുടമകളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്കാണ് ലോകം വന്നെത്തി നിൽക്കുന്നത്. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മൃഗമൊരിക്കലും മനുഷ്യന്റെ സ്വഭാവം കാണിക്കാറില്ല. എന്നാൽ മനുഷ്യൻ പലപ്പോഴും മൃഗീയമായ സ്വഭാവത്തിലേക്ക് വഴുതി വീഴുന്നത് കാണുവാൻ കഴിയും. അതുകൊണ്ടല്ലേ ജനിപ്പിച്ച അപ്പൻ പോലും മക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നൊന്ത് പ്രസവിച്ച അമ്മ പോലും യാതൊരു മടിയും കൂടാതെ തെരുവുകളിലും തെരുക്കോടുകളിലും കുരിശുംതൊട്ടിയുടെ കീഴിലും കപ്പക്കാലയിലും ചോരക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് നാടുകടന്നു പോകുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് വളരെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഒരു കാര്യം